കർത്താവിന്റെ ധന്യതിരുനാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെ ഏറെ അനുഗ്രഹത്തോടും പ്രത്യാശയോടും കൂടെ ഈ രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പ് എന്ന ഈ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഈ രാത്രി എനിക്കും ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിന് സർവ്വമഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസി സിസ്റ്റർ ബീന അജയ്, ഈ രാത്രിയിൽ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ സിസ്റ്റർ ബ്ലസ്സി, പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയ സിസ്റ്റർ ബിന്ദു, പ്രത്യേകാൽ ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷിക്ത ദൈവദാസന്മാർ, ദൈവദാസിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗവന്ത ക്രിസ്തേശുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങളെ ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിവിധ ദേശങ്ങളിലായിരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് കർത്താവിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തിരുവചനം ഇങ്ങനെ പറയുന്നു: പകൽ സമയത്ത് ദൈവത്തിന്റെ ദയ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് രാത്രിയിൽ ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടേയിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. ഹല്ലേലൂയ, ആമേൻ. ഈ ദിവസങ്ങളിൽ ഈ പകലിലൊക്കെ ദൈവത്തിന്റെ വലിയ പരിപാലനം നാം അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഈ രാത്രി ഒരുമിച്ച് ജീവനോടിരുന്ന് ആമേൻ ദോഷം തട്ടാതെ ദൈവം നമ്മെ പരിപാലിച്ച ആ ദൈവത്തിന് സർവ്വ മഹത്വം അർപ്പിപ്പാൻ ഈ രാത്രി ഒരുമിച്ചായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എന്റെ പേര് ജിൻസി സ്റ്റീഫൻ എന്നാണ്. എന്റെ സ്വദേശം തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന സ്ഥലമാണ്. പ്രിയ കർത്താവിന്റെ ദാസിന്റെ സ്വദേശം കോട്ടയം തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ്. ഞങ്ങൾക്കൊരു മകളുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എലോന സനീഷ് എന്നാണ് പേര്. ഞങ്ങൾ ഇന്റർനാഷണൽ സയൻ അസംബ്ലി എന്ന ഡിനോമിനേഷനുമായി ചേർന്ന് തിരുവനന്തപുരം കാട്ടാക്കട എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു. കൃപയാൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെയും ഒരുക്കുന്ന നല്ല കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സർവ്വമഹത്വം ഈ രാത്രി അർപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നന്നായി ചെയ്തെടുപ്പാൻ ഞാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ എന്നെ സ്വാഗതം ചെയ്ത പ്രിയ കർത്താവിന്റെ ദാസിക്കും ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ നാം എപ്പോഴും ആനന്ദത്തോടിരിക്കണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു: നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിന്റെ ഘോഷം, ഉല്ലാസത്തിന്റെ ഘോഷം മുഴങ്ങപ്പെടും. കരച്ചിലിന്റെ അല്ല, വിലാപത്തിന്റെ അല്ല, വേദനയുടെ അല്ല, നമ്മുടെ കുടുംബത്തിനകത്ത് മുഴങ്ങി കേൾക്കേണ്ടത് ദൈവ ശബ്ദമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തിനകത്ത് മുഴങ്ങി കേൾക്കേണ്ടത് ഇൻപമേറിയ ദൈവ സാന്നിധ്യമാണ്, ജയത്തിന്റെ ഘോഷമാണ്. ഈ രാത്രി ആ ജയത്തിന്റെ ഘോഷം അനുഭവിച്ചറിയുന്നവർ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ആയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനായ നല്ല കർത്താവിന്റെ കരങ്ങളിൽ ഈ രാത്രി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാൻ കഴിയട്ടെ. നിങ്ങൾ ഏത് ദേശങ്ങളിലായിരുന്നാലും ഇന്ന് രാത്രി നമ്മളെല്ലാവരും അകലങ്ങളിലാണ് എങ്കിലും സമീപമായി നമ്മോട് കൂടെ ഇരിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവ് ഈ രാത്രി നമ്മോട് കൂടെ ഉള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങാം. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ രാത്രി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവിന്റെ വലിയ സാന്നിധ്യം ഈ രാത്രി നമ്മളായിരിക്കുന്നിടത്ത്, നാം ഓരോരുത്തരും ഇരിക്കുന്നിടത്ത് വെളിപ്പെട്ട് വരേണ്ടതിന് ആമേൻ ആ ദൈവ ശബ്ദം നമ്മോട് വ്യക്തിപരമായി വ്യക്തമായി സ്പഷ്ടമായി ഇടപെടേണ്ടതിന് ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആമേൻ നിങ്ങളായിരിക്കുന്നിടത്ത് അന്യ ഭാഷയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ആമേൻ. ഞങ്ങളെ നന്നായി അറിയുന്ന, ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദവിടത്തിലായിരിക്കുമ്പോ നിറഞ്ഞ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യ അധിവസിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ വലിയ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയം ഞങ്ങളുടെ പാദാന്തികത്തിൽ അടുത്തു വരുന്നു. കർത്താവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കണമേ. കർത്താവെ, മാനുഷികമായതല്ല ദൈവികമായത് സംസാരിപ്പാനിടയുടെ നാവിനെ ദൈവം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാനുഷികമായതല്ല കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കുന്നത് ദൈവ ശബ്ദമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഏവർക്കും വേണ്ടത് വ്യക്തിപരമായി വ്യക്തമായി സ്പഷ്ടമായി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഏതൊക്കെ ആവശ്യമായി ഈ രാത്രി മീറ്റിംഗിൽ പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്തിരിക്കുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് സമയം തെറ്റാതെ വൈകാതെ തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം ഈ രാത്രി ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. തൃപ്പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ സൂക്ഷിക്കണം. യേശു കർത്താവിന്റെ ധന്യ തിരുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.
കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗങ്ങളിൽ ഒരു വേദഭാഗവും നമുക്ക് എല്ലാവർക്കും സുപരിതമായതും എന്നേക്കാൾ ശ്രേഷ്ഠരും ജ്ഞാനത്തിലും അറിവിലും പക്വതയിലും ഒക്കെയുള്ള പ്രായത്തിലും ഒക്കെയുള്ള അഭിഷിക്ത ദൈവദാസന്മാരിൽ കൂടി ദൈവദാസിമാരിൽ കൂടി കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളിൽ ഒരു വേദഭാഗമാണ് ഈ രാത്രി ചിന്തിക്കുവാനായി ഞാൻ കർത്താവ് ശരണപ്പെടുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29 അധ്യായം അതിന്റെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29 വേദഭാഗം അതിന്റെ 4 വേദഭാഗം 4 വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാമോ? സങ്കീർത്തനം 29 അധ്യായം 4 വാക്യം. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു. ആമേൻ. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നാം എല്ലാവരും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കാനല്ല. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ദൈവദാസിയുടെയോ പ്രാർത്ഥിച്ച ബിന്ദു സിസ്റ്ററിന്റെയോ അല്ലെങ്കിൽ പാട്ടുപാടിയ ബ്ലെസ്സി സിസ്റ്ററിന്റെയോ ഈ രാത്രി മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ശബ്ദം കേൾക്കാനല്ല ഈ രാത്രി നാം ആയിരിക്കുന്നത്. ദൈവ ശബ്ദം കേൾക്കാനാണ്. ആ ദൈവ ശബ്ദമാണ് ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കുകൊള്ളിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയട്ടെ, കർത്താവേ, ഈ രാത്രി ശക്തിയോടെ മുഴങ്ങുന്ന മഹിമയോടെ മുഴങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന്റെ നിറവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവ ശബ്ദത്തിന് നമ്മെ പണിയാൻ കഴിയുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ എവിടെ ശൂന്യതയുണ്ടോ, എവിടെ തകർന്നിരിക്കുന്നുവോ, എവിടെ നിരാശപ്പെട്ടിരുന്നവരുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ശബ്ദമാണ് പണിതത്. മാനുഷിക ശബ്ദത്തിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്, പരാജയങ്ങളുണ്ട്. എന്നാൽ ദൈവ ശബ്ദത്തിന് പരിമിതിയില്ല, പരാജയങ്ങളില്ല, താഴ്ചയില്ല. ദൈവ ശബ്ദത്തിന് ഉയർച്ച മാത്രമാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടായി ആത്മാവിൽ പറയുന്നു, നമ്മുടെ കൂടാരങ്ങളിൽ ശക്തമായി മുഴങ്ങി കേൾക്കേണ്ടത് ദൈവ ശബ്ദമാണ്. നാം എടുത്ത് പറയുന്നത് ദൈവ വചനമാകട്ടെ. ശത്രു എവിടെ പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെ മുഴങ്ങിക്കേട്ടത് ദൈവ വചനമാണ്. വചനത്തിന്റെ ശക്തിക്ക് ശത്രുവിന് നിൽക്കാൻ കഴിയത്തില്ല. വചനം എവിടെ ഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ദൈവ ശബ്ദം എവിടെ മുഴങ്ങിക്കേട്ടിട്ടുണ്ടോ അവിടെ രോഗശാന്തി നടന്നിട്ടുണ്ട്, വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിൽ പറയട്ടെ, ഒരു ദേശം ചലിക്കണമെങ്കിൽ അതിന്റെ അകത്ത് മുഴങ്ങിക്കേൾക്കേണ്ടത് ദൈവ ശബ്ദമാണ്. ഒരു കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ അവിടെ മുഴങ്ങിക്കേൾക്കേണ്ടത് ദൈവ ശബ്ദമാണ്. അത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വിടുതലയക്കുന്ന ദൈവ ശബ്ദമായി ഈ രാത്രി ഈ മീറ്റിംഗിനകത്ത് ഒരു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവ ശബ്ദം നമ്മെ വേർതിരിക്കുന്ന ശബ്ദമാണ്. ദൈവ ഭക്തന്മാർ കേട്ട ശബ്ദത്തിന് അവരിൽ കൂടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഒന്നുകൂടി പറഞ്ഞാൽ മോശ ദൈവ ശബ്ദം തിരിച്ചറിയുകയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 40 വർഷം വനാന്തരത്തിൽ അമ്മായിയപ്പന്റെ ആടുകളുമായി ഉപജീവനം കഴിച്ചു പോകുന്നത് പോലെ യാത്ര തുടരുന്ന ഈ മോശ മുൾപ്പടർപ്പിൽ തീ കത്തുന്നത് കാണുകയാണ്. അതിനകത്തു നിന്ന് കേൾക്കപ്പെട്ട ശബ്ദത്തിന് താൻ കാതോർക്കുകയാണ്. വ്യക്തമായി ചിന്തിച്ചാൽ മോശ ആ ദൈവ ശബ്ദത്തെ തിരിച്ചറിയുന്നു, നിയോഗം പ്രാപിക്കുന്നു. താൻ തന്റെ പ്രവർത്തികൾക്കായി ദൈവമേൽപ്പിച്ച ശുശ്രൂഷകൾക്കായി കടന്നു പോകുന്ന അനുഭവങ്ങളെ നമുക്ക് കാണുവാനായി കഴിയുകയാണ്. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ നാം പ്രാപ്തരാകണമെങ്കിൽ ദൈവ ശബ്ദം നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നാം കേട്ടേ പറ്റത്തുള്ളൂ. മാനുഷിക ശബ്ദത്തിന് ചെവി കൊടുത്തവർ എല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാനുഷിക ശബ്ദത്തിൽ അല്ലെങ്കിൽ ഇന്ന ദൈവദാസൻ പറഞ്ഞതുകൊണ്ട്, ഈ ടീം പറഞ്ഞതുകൊണ്ട്, ഈ സഹോദരി പറഞ്ഞതുകൊണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. നിങ്ങളൊന്ന് അവരുടെ ജീവിതം പരിശോധിച്ചാൽ പകുതി വഴി വെച്ച് അവർ പരാജയപ്പെട്ടു പോയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. എന്നാൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവശബ്ദം കേട്ടാണ് ഞാൻ ഇറങ്ങിയെങ്കിൽ ഏതു നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ നമുക്ക് നേരെ വന്നാലും ഉറപ്പോടെ നിന്ന് ജയത്തോടെ നിന്ന് ദൈവ പ്രവൃത്തി ആത്മാവിൽ കണ്ടറിയുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ കേൾക്കേണ്ടത് ദൈവശബ്ദമാണ്. പലപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ഞാൻ സ്വയം
ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, നാം ഒരു പ്രാർത്ഥനാ മുറിക്കകത്ത് ഇരിക്കുകയാ. ഒറ്റയ്ക്കായിരിക്കുന്നതെന്ന് വെച്ചോ, ഒരു മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ആരും ഇല്ല. ആമേൻ, നാം മാത്രം ഇരിക്കുമ്പോഴായിരിക്കും കർത്താവ് നമ്മെ വിളിക്കുന്ന ശബ്ദം നാം കേൾക്കുന്നത്. ആമേൻ, അക്ഷരാർത്ഥത്തിൽ ആമേൻ, ഒന്നുകൂടി പറഞ്ഞാൽ ആമേൻ, ആ ശബ്ദം ആരുമില്ലാത്തടുത്തൊരു ശബ്ദം ആമേൻ ആമേൻ ബാലൻ കേട്ടതുപോലെ കേട്ടാൽ നമ്മളൊന്ന് ഭയപ്പെടത്തില്ലയോ? ഇന്ന് രാത്രി പറയുന്നു, ഭയപ്പെടുത്താതെ നമ്മോട് സംസാരിക്കുന്ന ഒരു ശബ്ദം, അത് ദൈവ ശബ്ദമാണ്. ആമേൻ, എവിടെ ആമേൻ സ്നേഹത്തോടെ സംസാരിക്കണമോ, ശാന്തമായി സംസാരിക്കണമോ, എവിടെ ഘോഷത്തോടെ സംസാരിക്കണമോ, ഏത് രീതിയിൽ നമ്മോട് വ്യക്തിപരമായി ഇടപെടണമോ, അതേ രീതിയിൽ ദൈവാത്മാവ് ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് ഇടപെടും. ഹല്ലേലൂയ. ഈ രാത്രി ആമേൻ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നാം പറയണ, കർത്താവേ, എനിക്ക് ഡയറക്റ്റ് ഒരു ദൈവ ശബ്ദം കേട്ടേ പറ്റത്തുള്ളൂ. അടുത്ത നിമിഷം ഞാൻ എന്തായി തീരണം? ആമേൻ, ഞാൻ എന്റെ സ്റ്റെപ്പ് എങ്ങനെ വെക്കണം? എന്റെ ഭാവി, എന്റെ തലമുറകളുടെ ഭാവി, എന്റെ ജോലി, ആമേൻ, എന്റെ ഭവനം, എന്റെ കുഞ്ഞിന്റെ സൗഖ്യം, വിടുതൽ, ഇത് എന്തായി തീരണമെന്ന് വ്യക്തിപരമായി നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയമാണ് ദൈവത്തിന്റെ ശബ്ദം വ്യക്തിപരമായി കേട്ട് അതിനനുസൃതമായി ചുവടുവെക്കാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ദൈവജനത്തിന് കഴിയാതെ പോകുന്ന ഒന്ന്, വ്യക്തിപരമായി ഇരിക്കാൻ കഴിയുന്നില്ല, വ്യക്തിപരമായി പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല. ഒന്ന്, പേഴ്സണൽ പ്രയർ ആർക്കും ആമേൻ ഇല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയരെ, ആത്മാവിൽ ആമേ സന്തോഷത്തോടെ ദൈവസ്നേഹത്തിൽ പറയുന്നു, ആമേ വ്യക്തിപരമായ പ്രാർത്ഥന ഏറ്റവും അനിവാര്യമാണ്. പ്രാർത്ഥനയുടെ ഉത്തമ ആമേ മാതൃക അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്ന ഒന്ന് ആമേൻ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നാം വ്യക്തിപരമായി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ഈ നാളുകൾ ദൈവ ശബ്ദം വ്യക്തിപരമായി കേൾക്കാൻ കഴിയത്തുള്ളൂ. ആമേ, എന്റെ വിഷയത്തെ ഞാൻ ബീന സിസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, ദൈവദാസിയെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. എന്നിട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നിട്ട് ഞാൻ വീണ്ടും വിളിച്ചു ചോദിക്കുന്നു, കർത്താവിന്റെ ദാസിയെ, എന്തായി എന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി? ഹല്ലേലൂയ. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ആമേൻ ഇന്ന് ലോകം ചലിച്ചുകൊണ്ടിരിക്കുമ്പോ, പ്രിയരെ, ആമേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആമേ ദൈവനാമത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച രാജ്യത്തിന്റെ ആമേൻ അല്ല, ദേശത്തിന്റെ വിടുതലിനായി, ആമേ ഓരോ ഭാഗങ്ങളുടെ വിടുതലിനായി നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രികൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവദാസന്മാരെ, ദൈവമക്കളെ, നാം കേൾക്കേണ്ടത് വ്യക്തിപരമായി ദൈവ ശബ്ദം കേൾക്കുക. ഹല്ലേലൂയ. അങ്ങനെ ദൈവ ശബ്ദം കേട്ടറിഞ്ഞ് ആമേ ഇറങ്ങിയ ആരെയും കർത്താവ് പരാജയപ്പെടുത്തിയിട്ടില്ല, വഴിയിൽ വെച്ച് നശിക്കാൻ അനുവദിച്ചിട്ടേയില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ദുഃഖിതനായി മടങ്ങാനല്ല കർത്താവ് നമ്മെ അയക്കുന്നത്, സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങാൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷത്തോടൊരു മടക്കം ആവശ്യമാണ്. ഈ മീറ്റിംഗിൽ കയറുന്നതിന് മുൻപ് ഒത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെയൊക്കെ ആയിരിക്കാം ഈ ദിവസങ്ങളിലൊക്കെ മീറ്റിംഗിൽ നാം ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥന നടക്കുകയാണ്. ഓരോ മീറ്റിംഗിലും നമ്മുടെ പ്രതീക്ഷ, കർത്താവേ, ഇന്ന് ആമേ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു സൗഖ്യം ആവശ്യമാണ്, എന്റെ വിഷയത്തിനൊരു വിടുതൽ അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു പ്രതീക്ഷയോടെയാണ് ദൈവജനം ആമേ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിശ്ചയമാണ് ആമേൻ ആവശ്യബോധവുമായി ആരൊക്കെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിട്ടുണ്ടോ അവരെ ആരെയും കർത്താവ് ആമേൻ നിരാശരാക്കി മടക്കി വിട്ടിട്ടില്ല. ആമേൻ ശുഭ പ്രതീക്ഷ കൊടുത്തു മാത്രമല്ല, അതിനകത്ത് വലിയൊരു വിടുതൽ അയച്ച് ദൈവ ശബ്ദം കേട്ട് മടങ്ങിപ്പോയി, വിടുതൽ പ്രാപിച്ചു മടങ്ങിപ്പോയതാൽ നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായി കഴിയുകയാണ്. വേദപുസ്തകം നാം പഠിച്ചു വരുമ്പോ ആമേൻ യോഹന്നാന്റെ സുവിശേഷം ആമേൻ 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം ഇങ്ങനെ കാണുന്നു, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആമേൻ ആ മനുഷ്യൻ പോയി. ആമേൻ. ഒന്ന് നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 50-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, യേശു അവനോട് പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഹല്ലേലൂയ. ഈ രാത്രി പ്രിയരെ, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ വിടുതൽ, ആമേൻ, നമ്മുടെ ഭവനത്തിന്റെ അനുഗ്രഹങ്ങൾ, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ശുശ്രൂഷ മേഖലകളിലൊക്കെ ആമേൻ യേശു പറഞ്ഞ് ദൈവാത്മാവ് നമ്മോട് സംസാരിച്ച വ്യക്തിപരമായി ഇടപെട്ട് ദൈവ ശബ്ദത്തിന് കാതോർത്താണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനകത്ത് ഒറ്റപ്പെടലുകൾ ഉണ്ടാകാം, ഏകാന്തതയുണ്ടാകാം, പരാജയപ്പെടുന്ന അനുഭവങ്ങൾ വ്യക്തിപരമായി അനുഭവിച്ചെന്നിരിക്കാം. എന്നാൽ അവിടെയൊന്നും പരാജയപ്പെട്ടു പോകരുത്, അവിടെ ഏകാന്തതയാണെന്ന് ചിന്തിച്ചു പോകരുത്, നിരാശ
നിരാശപ്പെട്ടു പോകരുത്. നിൽക്കുന്നത് യേശുവിന്റെ അടുക്കലാണ്, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത്. അവിടെ അപ്പനും അമ്മയും ചിലപ്പോ ഉണ്ടായി എന്ന് വരത്തില്ല, സാഹോദരിക ബന്ധമുണ്ടായെന്ന് വരത്തില്ല. എന്തിനു പറയുന്നു? കൂടെ നിൽക്കുന്ന മിനിസ്ട്രി സപ്പോർട്ടായി മുൻപുണ്ടായിരുന്നവർ പോലും നമുക്കിപ്പോൾ ഉണ്ടായി എന്ന് വരത്തില്ല. നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞവർ ആരും നമുക്ക് തുണ നിൽക്കത്തില്ല. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഇടതും വലതും പിന്നെയും മുന്നേയുള്ള വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി അടഞ്ഞാൽ ഉയരത്തിലെ സ്വർഗത്തിലെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി അടയത്തില്ല. അതേ ദൈവ ശബ്ദം കേൾപ്പിച്ച് ഉയരത്തിലെ ശബ്ദമായി, ഉയരത്തിലെ വിടുതലായി ഈ രാത്രി ആത്മമർഗീയ ശബ്ദമായി ഈ രാത്രി മുഴങ്ങപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. വചനം ഇങ്ങനെ കാണുന്നു, ആമേൻ. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച മനുഷ്യൻ പോയി. ആമേൻ. വ്യക്തമായി പറയണമെങ്കിൽ അതിന്റെ തൊട്ടു മുന്നേ എന്താണ് യേശു പറഞ്ഞത്, ഏത് കാര്യത്തിനാണ് യേശു പറഞ്ഞത് എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും നമുക്ക് ഒരുമിച്ചൊന്ന് അത് ഒന്നുകൂടി ചിന്തിക്കാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, അവിടെ കാണുന്നത് യേശു കർത്താവ് പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിലേക്ക് വരികയാണ്. അവിടെ മകൻ രോഗിയായിരിക്കുന്ന രാജഭൃത്യൻ കവർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദിയ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടിട്ട് അവന്റെ അടുക്കൽ ചെന്നു. കണ്ടോ, യേശു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ വാർത്ത കേട്ടിട്ട് യേശുവിന്റെ അടുക്കലേക്ക് ആ പിതാവ് തന്റെ മകന്റെ രോഗം കണ്ടിട്ട് ഇറങ്ങി വരികയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, വിഷയത്തെ ഭവനത്തിൽ കണ്ടിട്ട് യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. ഈ മീറ്റിംഗിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ടായിരിക്കാം. ഒത്തിരി വിഷയങ്ങൾ തൊട്ടു മുന്നേ 7:30 തൊട്ടു മുന്നേ നിങ്ങൾ ഒത്തിരി വിഷയങ്ങൾ അഭിമുഖീകരിച്ചെന്നിരിക്കാം. എന്നാൽ ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറയട്ടെ, യേശുവിന്റെ അടുക്കൽ വന്ന് ആ ദൈവ ശബ്ദം കേട്ടു മടങ്ങുന്ന നിങ്ങൾക്ക് നിരാശയല്ല ഫലം, വിടുതലോ. പരിശുദ്ധനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നോക്കണമേ, യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഈ മനുഷ്യൻ വരികയാണ്. തന്റെ മകൻ മരിക്കാറായിരിക്കെ കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ. എന്റെ മകൻ മരിക്കാറായിരിക്കുകയാണ് പിതാവേ, നിശ്ചലമായി പോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് മാനുഷികമായി. അതുകൊണ്ട് എന്റെ കുഞ്ഞ് മരിക്കും മുന്നേ കർത്താവേ ഒന്ന് എന്റെ ഭവനത്തിലോട്ട് വരണമേ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇതാണ്, കർത്താവേ ഈ നാളുകൾ എന്റെ വിഷയത്തിൽ ഒരു പരാജയം കാണുന്നതിന് മുൻപ് എന്റെ വിഷയത്തിനകത്ത് എത്രയും വേഗം ഒരു വിടുതൽ പരിശുദ്ധനായ ദൈവം നൽകി തരണമേ. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. എന്റെ കർത്താവേ എന്റെ വിഷയത്തിനകത്ത് എത്രയും വേഗം ഒരു വിടുതൽ. ഈ മീറ്റിംഗിൽ ഇപ്പോഴുള്ള ഈ 48 പേരുടെയും ആഗ്രഹം ഇതാണ്. 47 പ്ലസ് ഞാന് 48 എന്റെ കൂടെ ആഗ്രഹമാണ്. കർത്താവേ ഈ എത്രയും വേഗം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, സഭയുടെ വിഷയത്തിനകത്ത്, എന്റെ മിനിസ്ട്രിയുടെ വിഷയത്തിനകത്ത്, എന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് എനിക്ക് എത്രയും വേഗം ഒരു വിടുതൽ ദൈവാത്മാവ് എനിക്ക് നൽകി തരണമേ എന്ന്. അതെ, വേഗത്തിൽ മറുപടി നൽകി തരുന്ന ആ ദൈവ സാന്നിധ്യത്തെയാണ് ഇന്ന് രാത്രി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ കരം പതിയെ ഒന്നായ മനുഷ്യന്റെ കരത്തിന് ചിലപ്പോ താമസം വരാം. മാനുഷിക മുഖത്തിനും അല്ലെങ്കിൽ അവരുടെ സാമീപ്യത്തിനും ചിലപ്പോൾ അല്പം താമസം വരാം. എന്നാൽ പ്രിയരെ, നമ്മുടെ കർത്താവിന് താമസമില്ല. സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമായി നമ്മോട് കൂടെ ഈ രാത്രിയിലും ചലിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നോക്കണമേ, വേഗത്തിൽ എന്റെ പൈതൽ മരിക്കും മുമ്പ്, എന്റെ വിഷയത്തിനകത്തൊരു വിരാമം, ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുൻപ് കർത്താവേ ഒന്ന് വേഗം എന്റെ ഭവനത്തിലോട്ട് വരണമേ. ഹല്ലേലൂയ. എന്തൊരു പ്രതീക്ഷയോടെ ആയിരിക്കാം ആ പിതാവ് യേശുവിന്റെ അടുക്കലേക്ക് പോയത്. നമുക്കും ഒത്തിരി പ്രതീക്ഷയുണ്ട്. പ്രാർത്ഥിക്കുന്ന വിഷയം, നമ്മുടെ അടുക്കൽ പ്രാർത്ഥനയുമായി വരുന്ന ഒരു രോഗിക്ക് എത്രയും വേഗം ഒരു സൗഖ്യം നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ കിട്ടണമെന്ന് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇത് രാത്രി പറയട്ടെ, അതെ യേശുവിന്റെ അടുക്കലാണ് ആ വിഷയത്തെ ദൈവകരങ്ങളിൽ നാം ഏൽപ്പിച്ച് സറണ്ടർ ആകുമ്പോ നിശ്ചയമാണ് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഇന്നും അതുപോലെ നിൽപ്പുണ്ട്. ദൈവത്തിന്റെ കരസ്പർശനം നമ്മുടെ കരത്തോട് ചേർത്ത് പിടിച്ച് ആ വിഷയത്തിനകത്ത് മറുപടി നൽകി തരാൻ നമ്മുടെ കർത്താവ് ശക്തനാണെന്ന് ഈ രാത്രി ആത്മാവിൽ കൈമാറുകയാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ വേഗത്തിലൊന്ന് വരാമോ, എന്റെ കുഞ്ഞു മരിക്കാറായി കിടക്കുകയാ. പിതാവ് കണ്ട കാഴ്ച, ലാസ്റ്റ്
ആമേൻ ആ കുഞ്ഞിന്റെ ബ്രീത്ത് എടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു നിമിഷമായിരിക്കാം. ഇനി കുറച്ച് നിമിഷങ്ങളൂടെ കഴിയുമ്പോൾ എന്റെ കുഞ്ഞിന്റെ ശ്വാസം നിലച്ചു പോകും, ഇത് ഇല്ലാതായി പോകും, തീർന്നു പോകും, ഇതിനൊരു വിരാമമായി എന്ന് ഉറപ്പിച്ചാണ് ആ പിതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ ലാസ്റ്റ് സമയത്തും ആമേൻ ആ പിതാവ് പറയുന്ന ഒരു കാര്യം, കർത്താവേ അങ്ങ് വന്നാൽ എന്റെ വിഷയം ജീവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്റെ കണ്ണിനാണ് ഇതൊരു അവസാനം എന്ന് ഞാൻ കാണുന്നത്, പക്ഷേ ആമേൻ അങ്ങ് വന്നാൽ നിശ്ചയമാണ് ഈ വിഷയത്തിനകത്തൊരു വിടുതലാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി അതെ നമ്മുടെ വിഷയത്തെ ഒരുമിച്ച് വേണ്ട, ഇനി ഒരിക്കലും ഇതിനകത്ത് വിടുതൽ കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഏതെങ്കിലും വിഷയങ്ങൾ ഈ രാത്രി മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആമേൻ അങ്ങനെ ചിന്തിച്ച് ആമേൻ വർഷങ്ങളാകട്ടെ, ദിവസങ്ങളാകട്ടെ, മാസങ്ങളാകട്ടെ, ആഴ്ചകളാകട്ടെ, ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ ആരേലും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ആമേൻ പുറത്തെടുക്ക്, എന്നിട്ട് പറയാം ആമേൻ ആ വിഷയത്തെ ഒന്നുകൂടെ നിങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ വിഷയത്തിനകത്ത് എനിക്ക് മറുപടി ആവശ്യമാണ്. യേശു കർത്താവിന്റെ സാന്നിധ്യം ഈ വിഷയത്തിനകത്ത് മറുപടിയായി ഇറങ്ങാൻ പോവുകയാണ്. ദൈവമക്കൾ പ്രതീക്ഷയില്ലാത്തവരല്ല, അവർ ശുഭ പ്രതീക്ഷയുള്ളവരാണ്. ആമേൻ, പ്രത്യാശ ഉള്ളവരാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന് നാം ചിന്തിക്കുന്നിടത്ത് ആമേൻ അസ്ഥികൾ ആമേൻ ജീവിപ്പിക്കുന്ന ആമേൻ അവർ സൈന്യമായി നിൽക്കുന്ന തലത്തിൽ ആമേൻ ആർക്കും ആമേൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ദൈവ ശബ്ദം അതിനകത്ത് പരിവർത്തിക്കുമ്പോൾ വിസ്മയം കൊള്ളിപ്പിക്കുന്ന തലത്തിൽ അവർ ഒരു സൈന്യമായി എഴുന്നേറ്റതുപോലെ ഈ രാത്രി നമ്മുടെ വിഷയത്തെ ചലിപ്പിക്കുന്ന ദൈവ സാന്നിധ്യമായി അതിനകത്ത് ചലിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ആമേൻ മനുഷ്യൻ രാജഭൃത്യൻ യേശുവിന്റെ അടുക്കൽ പറയുന്ന വാക്കാണ്, കർത്താവേ എന്റെ കുഞ്ഞ് മരിക്കാറായിരിക്കുകയാ, വേഗം ഒന്ന് വരാമോ. യേശുവിന്റെ ആ വാക്ക് കേട്ട ഉടനെ ആമേൻ, യേശു കർത്താവ് ആ വാക്ക് കേട്ട ഉടനെ ആമേൻ അടുത്ത് കുറച്ചൊരു ഭാഗം ആ രാജഭൃത്യനുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും 48. അത് കഴിഞ്ഞതിന് ശേഷം രാജഭൃത്യൻ അവരോട് യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ ഇതൊക്കെ ശരിയാണ്, എങ്കിലും പൈതൽ മരിക്കും മുമ്പേ ഒന്ന് വീട്ടിൽ വന്നേ പറ്റത്തുള്ളൂ. ഒരു ഭയങ്കര ആമേൻ നിർബന്ധ ബുദ്ധിയോടെ താൻ നിൽക്കുകയാണ്, എനിക്ക് വിടുതൽ കിട്ടിയേ പറ്റത്തുള്ളൂ, ഈ വിടുതൽ കാണാതെ ഞാൻ മടങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. പ്രിയരെ, ഈ രാത്രി നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നമുക്കും ഉണ്ടായിരിക്കണം, കർത്താവ് ഇതിനകത്ത് മറുപടി കിട്ടാതെ എനിക്ക് ഈ വിഷയം ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ആമേൻ. ഈ ഡയറി എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്ത് എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. ഈ വിഷയത്തിനകത്ത് എനിക്ക് മറുപടി കിട്ടാതെ ആമേൻ എന്റെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് പറ്റത്തേ ഇല്ല, എനിക്ക് വിടുതൽ തന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതെ, അതിനകത്തൊരു ദൈവ ശബ്ദം ഇറങ്ങാൻ പോകുകയാണ് ഇന്ന് രാത്രി. പ്രിയമുള്ളവരെ, ആമേൻ, ദൈവാത്മാവിന്റെ ശബ്ദം അതിനകത്ത് പരിവർത്തിച്ചാൽ നിശ്ചലമായത് ആമേൻ നാം നിശ്ചലമായി എന്ന് നാം ചിന്തിക്കുന്നിടത്ത് ഒരു ജീവന്റെ വ്യാപാര ശക്തി അതിനകത്ത് ചലിക്കപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി ആമേൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിന്ന് ഒന്ന് പറയാൻ കഴിയോ, കർത്താവേ നിശ്ചലമായി എന്ന് ഞാൻ ചിന്തിക്കുന്ന ചില മേഖലകൾക്കകത്ത് ആമേൻ ചലിപ്പിക്കുന്ന ജീവന്റെ ശക്തി, ആമേൻ ദൈവശക്തി, ദൈവാത്മാവിന്റെ ശബ്ദം ആമേൻ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ തലമുറയുടെ മേൽ ആമേൻ എന്റെ ഭവനത്തിനകത്ത്, എന്റെ ആമേൻ വസ്തു സംബന്ധമായ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ചലിക്കണമേ. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ആമേൻ ബ്രേക്കായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ആമേൻ ആരംഭം കുറിച്ചിട്ട് ആമേൻ ഒരിക്കലും പിന്നത്തേതിൽ അതിനെ ആമേൻ തുടർന്നെടുക്കാൻ കഴിയാത്ത വിധത്തിൽ, പണിയാൻ കഴിയാത്ത വിധത്തിൽ ബ്രേക്കായി നിൽക്കുന്ന ചില വിഷയങ്ങളെ ആമേൻ നിങ്ങൾ ആത്മമണ്ഡലത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ ഒരു പുതിയൊരാരംഭം അതിനകത്ത് ചലിക്കപ്പെടുകയാണ്. അതെ ആമേൻ. കാരണം എന്നാന്നറിയാമോ, അതിനകത്ത് ചലിക്കുന്നത് മാനുഷികമായ ശബ്ദമല്ല, അത് ദൈവ ശബ്ദമാണ്. ആമേൻ. മനുഷ്യൻ പറയും ഒരിക്കലും കഴിയത്തില്ല, നീ നിശ്ചലമായി പോകുമെന്ന്. മനുഷ്യൻ പറയും ആമേൻ ഡോക്ടേഴ്സ് വിധി എഴുതും, ഒരിക്കലും നിനക്ക് നടക്കാൻ കഴിയത്തില്ല, ആമേൻ ശ്വാസം അല്പമേ ഉള്ളൂ, അല്പ ആയുസേ ഉള്ളൂ. ആമേൻ. അത് കഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പിക്കാം. ഡോക്ടേഴ്സ് ഉറപ്പിച്ചാൽ പിന്നെ നമ്മുടെ വീട്ടുകാരെ നമ്മളും കൂടി അങ്ങ് ഉറപ്പിക്കുവാണ്. ആമേൻ. കാരണം എന്താണെന്നറിയാമോ, ആമേൻ നമ്മളെക്കാൾ നല്ല അറിവും ജ്ഞാനവും ഒക്കെ ഉള്ള ആമേൻ വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സ് ആണ് കൺസൾട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മളും അങ്ങ് ഉറപ്പിക്കുക. പക്ഷെ ജീവൻ
ജീവന്റെ നാഥൻ ഉറപ്പിക്കാതെ ഒരു ജീവൻ പോലും നഷ്ടമായി പോകത്തില്ലെന്ന്. ആമേൻ. കർത്താവിന്റെ ശ്വാസമാണ് ആമേൻ മനുഷ്യന്റെ അകത്തേക്ക് ജീവനായി വെളിപ്പെട്ട് വന്നത്. ആമേൻ. നാം പറയും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ എനിക്ക് ആയുസുള്ളൂ, എന്റെ ആരോഗ്യം തീരാറായി, എന്റെ കാഴ്ച മങ്ങിപ്പോയി, എന്റെ കേൾവി കുറഞ്ഞു പോയി, എന്റെ ശാരീരിക ബലഹീനത കൂടി വരികയാണ്, ആമേൻ, ഞാൻ ചിലപ്പോ ഐസിയുലായിരിക്കും കിടക്കുന്നേ, ആമേൻ, എന്റെ ദൈവമേ എന്റെ ജീവിതം അവസാനിക്കാറായെന്ന് നാം പറയുന്നിടത്ത് ഇന്ന് രാത്രി പറയട്ടെ, ആമേൻ, ദൈവ ശബ്ദം അതിനകത്ത് ചലിച്ചു കഴിയുമ്പോ ആമേൻ നിശ്ചലമാകുമെന്ന് മനുഷ്യൻ വിധി എഴുതുന്ന, മെഡിക്കൽ സയൻസ് വിധി എഴുതുന്നിടത്ത് ആമേൻ ജീവന്റെ ശക്തി അകത്ത് പ്രവേശിക്കുമ്പോ ചലിക്കാത്ത ചിലത് ചലിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞു പോയാൽ എന്നേക്കാൾ ശക്തരായ അഭിഷിക്ത ദൈവദാസിമാർ ഇതിനകത്തുണ്ട്. ഈ ആമേൻ ഒത്തിരി ദൈവ ശബ്ദങ്ങൾ ഡെയിലി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ ഒത്തിരി വാക്യങ്ങൾ നിങ്ങൾ കേൾക്കുകയാണ്. ചിലപ്പോ ഇത് തന്നെ നിങ്ങൾ മുന്നും പിന്നെയും ഒക്കെ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ അനുഭവമില്ലാതെ തുടർന്നു പോയാൽ ആമേൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ആമേൻ. ഇന്ന് രാത്രി ഒന്ന് ഞാൻ പറയട്ടെ, മനുഷ്യൻ വിധി എഴുതിയ, ഡോക്ടേഴ്സ് വിധി എഴുതിയത് ആമേൻ നടക്കത്തില്ലെന്ന്. എന്താണെന്നറിയാമോ? ഞാൻ നടക്കില്ലെന്ന്. ആമേൻ. അതുകൂടി പറയാതെ പോയാൽ ശരിയാകത്തില്ലല്ലോ. ആമേൻ. ഡോക്ടേഴ്സ് വിധി എഴുതിയത് ഞാൻ നടക്കില്ലെന്ന്. ആമേൻ. അപ്പൊ ചോദിക്കുക എന്താണ് പ്രശ്നം? ആക്സിഡന്റ് വല്ലതാണോ? ഒരു ആക്സിഡന്റും അല്ല. ആമേൻ. എന്റെ ജനനമായി ബന്ധപ്പെട്ട് ആമേൻ ഞാൻ ജനിക്കുമ്പോ എന്റെ മമ്മിയുടെ ഉദരത്തിൽ നിന്ന് ആമേൻ എന്റെ മമ്മി ആമേൻ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് എന്നെ ഡെലിവറി ചെയ്യുന്നത്. പെട്ടെന്നുള്ള ലേബർ പെയിൻ വന്നിട്ട് ആമേൻ പെട്ടെന്ന് പെയിൻ വന്ന് മമ്മിയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നത്, ആദ്യം പുറത്തു വന്നത് എന്റെ ഇരു കാലുകളുമാണ്. തലയുടെ ഭാഗമല്ല, കാലുകളാ പുറത്തു വരുന്നത്. ആമേൻ. അപ്പോ കൂടി നിന്നവർക്കോ എന്റെ മമ്മിയുടെ സഹോദരിമാർക്കോ മറ്റ് പ്രിയപ്പെട്ടവർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അനുഭവത്തിലാണ് ആമേൻ എന്റെ ജനനം. ആ വഴി സൗകര്യമില്ല, വാഹന സൗകര്യമില്ല. ഒരു ദിവസം വൈകുന്നേരം 6 മണിക്ക് ഇത് സംഭവിക്കുന്നു. പിറ്റേ പ്രഭാതം 6 മണി വരെ ഇതേ രീതിയിൽ വീട്ടിനകത്ത് തലമുറയിട്ട് കരയുന്ന എന്റെ മമ്മിയെ ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. എങ്ങനെ സഹിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പലരും വന്നു പറഞ്ഞു ഈ കുഞ്ഞ് മരിച്ചു പോകും. ഡോക്ടർ എന്റെ ആമേൻ അടുത്തുള്ള പ്രിയപ്പെട്ടവരൊക്കെ വന്ന് പറഞ്ഞത് ആമേൻ ഈ കുഞ്ഞു മരിച്ചു പോകും, അല്ലെങ്കിൽ എന്റെ മമ്മി മരിക്കും, ഇല്ലെങ്കിൽ രണ്ടുപേരും മരിച്ചു പോകും. ഇതാണ് എല്ലാവരുടെയും ആമേൻ വാക്കുകൾ. പക്ഷെ ആമേൻ ഒരു സാഹചര്യം കിട്ടുന്നില്ല. ആമേൻ അന്ന് അവിടെ പരിസരത്തൊന്നും ഒരു വാഹനമേ ഇല്ല. എന്റെ പപ്പായുടെ സഹോദരന്മാരും മമ്മിയുടെ ആങ്ങളമാരും പപ്പായൊക്കെ നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട് ഒരുവിധം എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. എങ്ങനെയും ആമേൻ എത്തിച്ചെങ്കിൽ ഈ ജീവൻ ഒന്ന് രക്ഷപ്പെടുത്താമായിരുന്നു. വല്ലാത്ത സിറ്റുവേഷൻ ആയി കിടക്കുമ്പോൾ തന്നെ ആമേൻ നീണ്ട 12 മണിക്കൂർ എന്റെ പകുതി ശരീരം അകത്തും പകുതി ശരീരം പുറത്തുമായിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഞാൻ ഇരുന്നത്. എന്റെ കാലുകൾ അല്പം ചലിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയാം ഈ കുഞ്ഞിന് ജീവനുണ്ടെന്ന്. ഞാൻ ഇങ്ങനെ വചനം വായിച്ചു വരുമ്പോൾ, യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, സർവശക്തന്റെ ശ്വാസം എന്റെ മേൽ ഊതി. ആമേൻ. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ ജീവന്റെ ശക്തി എന്റെ മേൽ തുടിച്ചത് കൊണ്ട് മാത്രമാണ് ആമേൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നശിച്ചു പോകാമായിരുന്ന എന്നെ ദൈവം ആയുസോടെ പുറത്തു കൊണ്ടുവന്നത്. നീണ്ട 12 മണിക്കൂർ മമ്മിയുടെ ഉദരത്തിൽ പകുതി ശരീരം അകത്തും പകുതി ശരീരം പുറത്തുമായിരുന്ന എന്നെ ആമേൻ 12 മണിക്കൂറിന് ശേഷം പിറ്റേ പ്രഭാതം 6 മണിയായപ്പം പൂർണ്ണ ശരീരത്തോടുകൂടെ എനിക്ക് പുറത്തു വരുവാൻ ദൈവം സഹായിച്ചു. ഈ പൂർണ്ണ ശരീരമായി പുറത്തു വന്ന എന്റെ ഇരു കാലുകളും നെറ്റിയോട് കാൽപാദങ്ങൾ മുട്ടി ഒരു സീറോ പൊസിഷനായി. എന്റെ ആമേൻ ശരീരത്തിന് അംഗവൈകല്യം സംഭവിച്ച് ആമേൻ അസ്ഥികൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ച് ആമേൻ വളഞ്ഞു ഒടിഞ്ഞ് ഒരു സീറോ പൊസിഷനായി എന്റെ പപ്പായ്ക്കും മമ്മിക്കും എന്നെ കിട്ടി. എന്റെ പപ്പായുടെ മമ്മിയുടെ ആഗ്രഹം എന്താണെന്നറിയാമോ? ജനിക്കുന്നത് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും കർത്താവിന്റെ വേലയ്ക്ക്. ഇതായിരുന്നു അവരുടെ ആഗ്രഹവും പ്രത്യാശയും പ്രാർത്ഥനയും. ആമേൻ. ജനിച്ചത് പെൺകുട്ടിയാണ്, വികലാംഗയുമാണ്. ഡോക്ടേഴ്സ് പിന്നത്തേതിൽ ഒരുവിധം ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് വികലാംഗയാണ്. ജീവിക്കുമ്പോൾ തന്നെ ഒരു അമ്മയ്ക്ക് മാത്രം കാണാൻ പാകത്തിന് ആമേൻ പ്രായമാകുമ്പോൾ വളർന്നു വരുമ്പോഴൊക്കെ ആമേൻ ഒരു അമ്മയുടെ തണലിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന തലത്തിലായിരിക്കും പിന്നത്തേതിലുള്ള വളർച്ച. ഇവൾക്ക് നടക്കുവാൻ ആമേൻ സാധിക്കത്തില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആമേൻ ഇങ്ങനെ പപ്പായും മമ്മിയും പരിചരിക്കുമ്പോൾ എന്റെ മമ്മി പപ്പായോട് ചോദിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത്? ജനിച്ചത് പെൺകുട്ടി, വികലാംഗയാണ്, നമ്മുടെ ആഗ്രഹം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കണമെന്നാണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്റെ പപ്പ പറഞ്ഞ വാക്ക് ഇങ്ങനെ, ആമേൻ തന്നത് ദൈവമാണെങ്കിൽ നടത്താൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കുമെന്ന്, അസാധ്യമല്ലെന്ന് അത് സാധ്യമാകുമെന്ന്. എന്റെ ഈ കാൽപാദങ്ങൾ നെറ്റിയോട് ഇടിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ നെറ്റി വളരെ ബ്ലാക്ക് ആയിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ വന്നു. പപ്പ പില്ലോ വെച്ചതിന് ശേഷം എന്റെ കാലിൽ എണ്ണ
പൂശി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പപ്പായുടെയും മമ്മിയുടെയും പ്രാർത്ഥന, അന്നത്തെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഏകദേശം 3 വയസ്സാകുന്ന ആ സമയത്തൊക്കെയും എന്റെ കാലുകൾക്ക് വിടുതൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു. 3-ാമത്തെ വയസ്സിൽ ഞാൻ കാല് നിലത്തു ഊന്നി നിൽക്കുവാൻ സർവശക്തനായ എന്നെ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇങ്ങനെ നിന്ന് എനിക്ക് പിന്നെ ഒരു വേഗത്തിലൊരു വളർച്ചയായിരുന്നു. 3-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോ വേഗത്തിലൊരു വളർച്ചയാ കർത്താവ് തന്നെ. ഓടാനും ചാടാനും ഒക്കെ കർത്താവ് കൃപ തന്നു. പപ്പ മമ്മി എന്ന് വിളിക്കുന്നതിന് മുൻപ് തിരുവചനം പഠിപ്പിച്ച് അവർ എന്നെ പരിശീലിപ്പിച്ചു. 7-ാമത്തെ വയസ്സ് മുതൽ കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അത് ഇന്നും അതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് വിദ്യാഭ്യാസം കിട്ടത്തില്ലെന്ന് മനുഷ്യൻ വിധി എഴുതാമായിരുന്ന സ്ഥാനത്ത് അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം +2-ന് ശേഷം ഞാൻ ജനറൽ നഴ്സിംഗ് കോഴ്സ് പഠിക്കുവാനിടയായി. പഠിച്ചത് എന്തിനാണെന്നറിയാമോ? എന്റെ 2-ാം ക്ലാസ് ഞാൻ പഠിക്കുന്ന സമയം തൊട്ട് 7-ാമത്തെ വയസ്സ് മുതൽ എന്റെ ആഗ്രഹം നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയാണ്. അത് ഒറീസയാണ് എന്റെ ആഗ്രഹം. ഇപ്പോഴും എനിക്ക്, ഞാൻ ഈ കേരളത്തിൽ നിൽക്കുന്നെങ്കിലും എന്റെ ഇഷ്ട സ്ഥലം ഒറീസയാണ്. ഞാൻ എപ്പോഴും പറയും, എന്റെ ശ്വാസം ഇങ്ങനെ എടുക്കുന്നതെങ്കിലും എല്ലാ ദിവസവും ഒറീസ എന്നായിരിക്കും. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. കല്യാണത്തിന് ശേഷം ഞങ്ങൾ അവിടെ ചെന്ന് 2 വർഷം അവിടെ കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ആത്മാവിൽ പറയട്ടെ, മനുഷ്യൻ പറയും നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, നടക്കാൻ കഴിയത്തില്ല, ചലനം അറ്റുപോകും. കാരണം എന്നാന്നറിയാമോ? നമ്മുടെ തലമേൽ ചില വാഗ്ദത്തങ്ങളെ ദൈവാത്മാവ് കൈമാറിയിട്ടുണ്ട്. വാഗ്ദത്തം പ്രാപിച്ചവനെ ഒതുക്കി കളയാൻ ശത്രു നൈൽ എന്ന ചില നദിയുമായി അല്ലെങ്കിൽ ചില കുലപാതകം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മെ ഒതുക്കി കളയാൻ ശത്രു പദ്ധതിയിടും. എന്നാൽ ഈ രാത്രി പറയട്ടെ, ശത്രുവിന്റെ പദ്ധതി അല്ല നമ്മുടെ മേൽ ജയിക്കാൻ പോകുന്നത്. ദൈവ ശബ്ദത്തിന് നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയും. ആ നിയോഗത്തെ കൈമാറി ഈ നാളുകൾ നമ്മെ നടത്താൻ സർവശക്തനായ ദൈവം സഹായിക്കുകയാണ്. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരോടായി പറയട്ടെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണിത്. തലമുറകളെ വല്ലാത്ത നിലയിൽ എത്തിച്ച് അവരെ കുലപാതകം എന്ന മുദ്രകുത്തി അവരെ നഷ്ടപ്പെടുത്തി കളയാൻ ശത്രു പദ്ധതിയിടുമ്പോ ഇന്ന് രാത്രി ആത്മാവിൽ പറയുന്നു, തലമുറകൾ ദൈവനാമത്തിന് പ്രയോജനപ്പെടേണ്ടവരാണ്. അവർ ദൈവ നിയോഗം ഏറ്റെടുക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ ഈ രാത്രി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ആ വിഷയത്തിന്റെ മേൽ ജയമെടുപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ കഴുത്തുമായി ബന്ധപ്പെട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടോ? വല്ലാതെ ബുദ്ധിമുട്ട്, ഒന്നുകൂടി പറഞ്ഞാൽ ഫിക്സ് വരുന്ന പോലെ നമുക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ, കഴുത്തുമായി ബന്ധപ്പെട്ട് വല്ലാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടുന്ന ഒരു അനുഭവം പോലെ ഉള്ള ആരെങ്കിലും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നത്തേതിൽ പ്രിയ ബീനസിനെ ഒന്ന് അറിയിച്ചാൽ അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ഒരു 2 സെക്കൻഡ് ഞാൻ തരാം. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ആലീസ് ആന്റി ആ മ്യൂട്ട് ഒന്ന് ഓൺ. ആലീസ് ആന്റി, ആലീസ് എന്നാണോ ആന്റിയുടെ പേര്? അതെ അതെ. ഓക്കെ. കഴുത്തിന്റെ ഞരമ്പിന് വീക്കായിട്ട് വിറക്കിയ തല. ഓക്കെ ആന്റി, നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കൈ പൊക്കിയാൽ ഞാൻ കാണത്തില്ല. ഒരൊറ്റ പേജ് മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. പറഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. മ്യൂട്ട് മാറ്റി. ബീന സിസ്റ്റർ ഒന്ന്, എനിക്ക് എല്ലാവരും അറിയത്തില്ല. എലിയാമ്മ ആന്റി. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എനിക്ക് തോന്നുന്നു ആലീസ് ആന്റി, ഏലിയാമ്മ ആന്റി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആരെങ്കിലും മിനിമോൾ. ഓക്കെ, സിനിമോൾ. ഓക്കെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കുന്ന നമ്മളെല്ലാവരും ഒരു അപ്പന്റെ മക്കളാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു വയ്യായിക വന്നാൽ, ഒരു വേദന വന്നാൽ നമുക്കത് ഭയങ്കര ഭാരമാണ്. നമ്മൾ ആരും മുഖാമുഖമായി കണ്ടിട്ടില്ല, ഇതാദ്യമായിട്ടാണ് കാണുന്നത്. പ്രിയരെ, നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ ഇരിക്കുവാണ്, നമ്മളെല്ലാവരും അകലങ്ങളിലാണ്. എങ്കിലും സമീപമായിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ രാത്രി നമ്മളായിരിക്കുന്നിടത്തെല്ലാം ചലിക്കുകയാണ്. നാം
ആയിരിക്കുന്നിടത്ത് ആ ദൈവ സാന്നിധ്യം ചലിക്കുമ്പോ ഈ പ്രിയപ്പെട്ട 3 പേരെയും ദൈവകരങ്ങളിൽ ഈ രാത്രി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവയുടെ ഭവനത്തെ യേശുവിന്റെ രക്തത്താലും വചനത്താലും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിനകത്തുള്ള പ്രിയപ്പെട്ടവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രിയ ആമേൻ ആന്റിമാരെ ഇരുവരെയും, ആലീസ് ആന്റിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഏലിയാമാന്റിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രിയ സിനിമോൾസിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമാകുന്ന ദൈവ സൗഖ്യം ഈ രാത്രി വെളിപ്പെടണമേ കർത്താവേ. അഭിഷിക്ത ദൈവദാസന്മാർ, ദൈവദാസിമാർ, ആമേ പ്രിയപ്പെട്ട മാതാക്കൾ, ഞങ്ങൾ സഹോദരങ്ങൾ ഒരുമിച്ച് ആമേ ഒരുമിച്ച് ഐക്യതയോടെ ആമേ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരം, ആമേ ആണിപ്പഴുതേറ്റ കരം, ഞങ്ങൾക്ക് വേണ്ടി ആശ്വാസം നൽകി തരുന്ന കരം കർത്താവേ, ഇന്ന് രാത്രി അവരെ സ്പർശിച്ച് ദൈവം നൽകുന്ന അത്ഭുത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗം നൽകുന്ന വിടുതലിനായി നന്ദി. ഇന്ന് രാത്രി ദൈവ ശബ്ദം ആ കൂടാരങ്ങളിൽ ശക്തമായി ചലിക്കപ്പെടുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഒന്നുകൂടി രാത്രി പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ആർക്കെങ്കിലും ആമേൻ ശരീരത്തിനകത്ത് എന്തെങ്കിലും സിസ്റ്റ് പോലെ, മുഴ പോലെ വളരുന്നു എന്ന് ആമേൻ ആമേൻ അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ദൈവം നിങ്ങൾക്ക് അത്ഭുത സൗഖ്യം തരാൻ പോകുകയാണ്. ആമേൻ. അതിനകത്തൊരു വലിയ വിടുതൽ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നു. പ്രിയരെ, ആമേൻ പറയാൻ ചിലപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെങ്കിലും ആമേൻ നിങ്ങൾ ഓർത്തുകൊള്ളുക, ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതം കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. അത് ഏതു ദേശത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് വേണ്ടി ചലിക്കുന്നത് ആമേൻ ദൈവ സാന്നിധ്യമാണ്, ദൈവ ശബ്ദമാണ്. ഇന്ന് രാത്രി ആ വിടുതൽ നമുക്ക് ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട് അല്പസമയം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഇവിടെ നാം കേൾക്കപ്പെട്ടുകൊണ്ടിരുന്ന വചനം ഇങ്ങനെ, ആമേൻ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച മനുഷ്യൻ പോയി. യേശു പറഞ്ഞ വാക്ക് എന്താണ് എന്നാണ് അടുത്ത് ചിന്തിക്കാനായി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അവിടെ കാണുന്നത് ആമേൻ രാജഭൃത്യൻ പറയുന്നു, അവനോട് രാജഭൃത്യൻ യേശുവിനോട് പറയാ, കർത്താവേ പൈതൽ മരിക്കും മുൻപ് ഒന്ന് വരേണമേ എന്ന് പറയുമ്പോ അവിടെ അപ്പോഴും തൻ പിതാവിന്റെ ആമേൻ മാനുഷികമായി ആ പിതാവ് ചിന്തിക്കുന്നത് എന്റെ കുഞ്ഞ് ഇപ്പം മരിച്ചു പോകും, ഇപ്പോൾ ആ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ യേശു പറഞ്ഞ വാക്കാണ് 50-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, ആമേ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മരിക്കുമെന്ന് അപ്പൻ ചിന്തിച്ചിരിക്കുമ്പോ യേശു പറയാണ്, കുഞ്ഞെ നീ പൊക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ഞാൻ അവിടെ ചിന്തിച്ചൊരു ഭാഗം ആമേൻ ആമേൻ പ്രിയരെ അവിടെ ഞാൻ ചിന്തിച്ച ഇങ്ങനെയാണ്, ആമേൻ പിതാവ് ചിന്തിക്കുന്നത് ഇപ്പൊ മരിച്ചു പോകുമെന്നാണ് ആമേൻ ഈ രാജഭൃത്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പിതാവ് അറിയാത്ത ഒന്ന് അവരുടെ വീട്ടിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആമേൻ നാം അറിയാത്ത ഒന്ന് നമ്മുടെ വിഷയത്തിനകത്ത് സംഭവിച്ചാൽ ആമേൻ നമുക്ക് മുന്നേ അറിയുന്നൊരു സ്വർഗം ഉണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ദൈവം അറിയാതെ ദൈവം നമ്മെ ഒരു സ്ഥലത്തേക്ക് അയക്കത്തില്ല. ദൈവം അറിയാതെ നമുക്കൊന്നും വരത്തില്ല. ദൈവം അറിയാതെ ആമേൻ നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. ആമേൻ നാം നിൽക്കുന്നിടത്ത് ദൈവം അറിഞ്ഞാണ് നാം നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ രാത്രി ആമേൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോടായി പറയട്ടെ, ആമേൻ നാം നിൽക്കുന്നിടത്ത് ദൈവമാണ് നമ്മെ നിർത്തിയതെന്ന് നാം ആമേൻ ഫീൽ ചെയ്ത് വെക്കണം, ഉറപ്പിച്ചു നിൽക്കണം. ഹല്ലേലൂയ. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ആമേൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പ്രതികൂലം വരുന്നത്. ഈ വീട്ടിൽ വന്നത് മുതൽ ആമേൻ ഞാൻ രോഗിയായി തുടങ്ങി, ഈ ദേശത്ത് വന്നത് മുതൽ ഞാൻ ക്ഷീണം അനുഭവിച്ചു തുടങ്ങി, ഈ ഹോസ്പിറ്റലിൽ കയറിയത് മുതൽ ആമേൻ എനിക്ക് വല്ലാത്ത പ്രശ്നമാണ്, ആമേൻ ഈ വീട്ടിൽ നിൽക്കുന്ന സമയം മുതൽ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലപ്പോഴും നമ്മൾ നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടോ വീടുമായി ബന്ധപ്പെട്ടോ കുടുംബമായി ബന്ധപ്പെട്ടോ ഒക്കെ നാം സംസാരിക്കുന്നവരാണ് ആമേൻ മാനുഷികമായി ചിന്തിച്ചാൽ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ആമേൻ നാം നിൽക്കുന്ന ഭവനം, നാം നിൽക്കുന്ന ദേശം, നാം ജോലി ചെയ്യുന്ന സ്ഥാപനം, നമ്മെ ഏൽപ്പിച്ച മിനിസ്ട്രി, നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ കുടുംബങ്ങൾ, നമ്മെ ഏൽപ്പിച്ച പ്രിയപ്പെട്ടവരെ ആമേൻ നമ്മെ തന്നെ ദൈവത്തിന് ഏൽപ്പിക്കാൻ കാരണം, നമ്മെ ആ ദേശത്ത് നിർത്താൻ കാരണം, ആ ഭവനത്തിനകത്ത് നിർത്താൻ ഒരു കാരണം എന്നത് നാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് ചില വിടുതലുകൾ അതിനകത്ത് വരും. അത് നമ്മുടെ കണ്ണാലെ കാണുക. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില ബ്ലെസ്സിങ്സ് ആണ്.
ആമേൻ. അതുകൊണ്ട് ദൈവം നമ്മെ ആക്കിയെടുത്തുനിന്ന് മാനുഷിക പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞു ഓടാനല്ല, അവിടെ നിന്ന് അത്ഭുതങ്ങൾ കാണുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നാം കാണാത്ത ചിലത് ദൈവം കണ്ടിട്ടുണ്ടെന്ന്. അപ്പൻ കണ്ടില്ല തന്റെ മകന്റെ ജീവന് പിന്നെ എന്താ സംഭവിച്ചെന്ന്. ആമേൻ. എന്നാൽ കർത്താവ് പറയുന്നു, കുഞ്ഞെ നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ആ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. ആ പിതാവ് ആമേൻ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അങ്ങോട്ട് പോവുകയാണ്. ആ ശബ്ദം തന്റെ മേൽ വന്നു വീഴപ്പെട്ട സമയം മുതൽ താൻ ഒരു യാത്ര തുടരുകയാണ്. പിന്നെ ഒരു യാത്ര ആമേൻ തന്റെ വിടുതൽ കാണാനുള്ള യാത്രയാണ്. ആമേൻ. യേശുവിന്റെ അടുക്കലോട്ട് വന്നപ്പോൾ നിരാശനായി വന്നെങ്കിൽ പിന്നെ ഒരു യാത്ര ശുഭപ്രതീക്ഷയോടെ ആ വിടുതലൊന്ന് കാണാനുള്ള വെമ്പലോടുകൂടെ ഒരു യാത്രയാണ് ഈ പിതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുടർന്ന് യാത്ര ചെയ്യുമ്പോൾ അവിടെ കാണുന്നു, ആമേൻ, അവന്റെ ദാസന്മാർ, ഈ രാജഭൃത്യന്റെ ദാസന്മാർ അവനെ എതിരേറ്റു വന്നു. പറഞ്ഞ വാക്ക്, നിന്റെ മകൻ മരിച്ചിട്ടില്ല, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൻ അറിഞ്ഞില്ല മകൻ എന്താ സംഭവിച്ചെന്ന്. പക്ഷെ യേശു കർത്താവ് കറക്റ്റ് അറിഞ്ഞു, ആമേൻ, തന്റെ മകൻ എന്താ സംഭവിച്ചെന്ന്. ആമേൻ. അതുകൊണ്ട് തന്നെ പറഞ്ഞു, കുഞ്ഞെ നീ പൊക്കോ, നിന്റെ മകൻ ആമേൻ നഷ്ടമായി പോകത്തില്ല, നിന്റെ മകന് ജീവന്റെ ശക്തി അവിടെ വ്യാപരിച്ചിട്ടുണ്ടെന്ന്. തന്റെ ദാസന്മാർ പോകുന്ന വഴിയിൽ എതിരേറ്റു വന്നു പറഞ്ഞു, ആമേ, യജമാനനെ, നിന്റെ മകൻ ജീവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സുഖമായിരിക്കുകയാണ്, സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ രാത്രി ഇതിനകത്ത് ആമേൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വാർത്ത കേൾക്കാൻ തയ്യാറാക്കിക്കൊള്ളണം. കർത്താവേ, എനിക്ക് നീ കേൾക്കാൻ പോകുന്ന വാർത്ത ആമേൻ ശുഭവാർത്തയാകണം. എന്റെ തലമുറയെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്, ആമേൻ, എന്റെ പ്രാർത്ഥന വിഷയത്തിനകത്ത് ഞാൻ കേൾക്കുന്നത്, എന്റെ മിനിസ്ട്രിയിൽ ഞാൻ കേൾക്കുന്നത്, ഞാൻ നിൽക്കുന്ന ദേശത്ത് കേൾക്കാൻ പോകുന്ന ആമേൻ ആ വാക്കുകൾ ആമേൻ ജീവിപ്പിക്കുന്ന വാക്കുകളാണ്. ഹല്ലേലൂയ. മരണകരമായ വാക്കുകളല്ല. ആമേൻ. പ്രിയ ബിന്ദു സിസ്റ്റർ, ഇന്ന് രാത്രി ആത്മമനത്തിൽ നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ആമേൻ, എന്റെ സഭയ്ക്കകത്ത്, എന്റെ വീട്ടിനകത്ത്, എന്റെ വിഷയത്തിനകത്ത് ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കേൾക്കേണ്ട വാർത്ത ആമേൻ മരണകരമായ വാർത്തയല്ല, ആമേൻ, യേശുവിന്റെ നാമത്തിൽ ജീവിപ്പിക്കുന്ന വാർത്തയായി മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ അങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് ആത്മാവിൽ നിയോഗം കൈമാറുകയാണ്. ഒന്നുകൂടി പറയുന്നു, ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന കൊച്ചുമോനെന്ന്, ആമേൻ, ആ പ്രിയ കർത്താവിന്റെ ദാസനാന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. ആമേൻ. ഇന്ന് രാത്രി പറയുന്നു, പ്രിയരെ, ആത്മമണ്ഡലത്തിൽ പറയണം, ഞാൻ നിൽക്കുന്നിടത്ത് ജീവന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ബീന സിസ്റ്റർ, അതാരാന്ന് എനിക്കറിയത്തില്ല. ആമേൻ. രാത്രി പറ, കർത്താവേ, ആമേൻ, ആ സഹോദരൻ, ആ ദേവദാസനായിരിക്കുന്നിടത്ത് ജീവന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ജീവന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ആമേൻ. തന്റെ കാലുകളെ മുടക്കി ആമേൻ ഒരു ഭാഗത്ത് വീൽ ചെയറിൽ ഇരുത്തിക്കളയാൻ ശത്രു പദ്ധതി ഇടുമ്പോ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ പറയുന്നു, ആ ശത്രുവിന്റെ തന്ത്രത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് താൻ എഴുന്നേറ്റ് ആമേൻ ദൈവനാമത്തിനു വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുക. ഇന്ന് രാത്രി ആത്മാവിൽ പറയുന്നു, നിങ്ങൾ പോകുന്നിടത്ത് നിശ്ചലമായതല്ല കാണാൻ പോകുന്നത്, ജീവിപ്പിക്കുന്ന ദൈവശക്തിയെ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവകരങ്ങൾ ഇന്ന് രാത്രി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ആമേൻ. ദൈവകരങ്ങളിൽ രാത്രി ആമേൻ വ്യക്തിപരമായി പ്രിയ ശൈല സിസ്റ്ററെ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക. കർത്താവേ, ഞാൻ ജീവിപ്പിക്കുന്ന ദൈവശക്തി കാണാൻ പോകുകയാണ്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ. പ്രിയ സാജനെന്ന് ആമേൻ ആ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾ കാണ്, അതിനകത്തിരുന്ന് നിങ്ങൾ കാണ്, ഞാൻ കാണാൻ പോകുന്നത് ചലിക്കുന്ന ദൈവശക്തിയും ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഞാൻ കാണാൻ പോകുകയാണ്. പ്രിയ സിനിമോൾ സിസ്റ്ററെ, ശോഭ സിസ്റ്ററെ, ആമേൻ, ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ആമേൻ ഇന്ന് രാത്രി കാണ്. ആമേൻ. സൂസൻ സിസ്റ്ററെ, ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്നിടത്ത് ആത്മമണ്ഡലത്തിൽ കാണ്. യേശുവിന്റെ നാമത്തിൽ പേരെടുത്ത് എനിക്ക് എല്ലാവരോടും പറയാൻ കഴിയുന്നില്ലെങ്കിലും ഇന്ന് രാത്രി പറയുന്നു, ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ പിതാക്കന്മാരെ, പ്രിയ മാതാക്കളെ, നിങ്ങളായിരിക്കുന്നിടത്ത് ജീവന്റെ ശക്തി, ദൈവശക്തിയാ ഇന്ന് രാത്രി മുഴങ്ങപ്പെടുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യും. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് നിങ്ങൾ ആത്മാവിൽ ദർശിക്കുക. ഹല്ലേലൂയ. ആമേൻ. അത് ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ആമേൻ. ഒന്നുകൂടി പറയുന്നു, ആമേൻ. ഇത്രയും പേർ ജോയിൻ ചെയ്തിരിക്കുന്നെങ്കിലും കണ്ട വെളിപ്പാട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, ആലീസാന്റിയുടെ ഭവനത്തിനകത്ത് ആമേൻ വിഷജന്തു കയറി അവരെ തകർത്ത് കളയുവാൻ ഇടുന്ന ഒരു ശത്രുവിന്റെ പദ്ധതിയുണ്ട്. വളരെ പ്രാർത്ഥനയോടിരിക്കുക.
പ്രാർത്ഥനയ്ക്കകത്ത് ആ ശക്തി അകന്നു മാറും. വിഷജന്തു കയറത്തില്ല. കാരണം നമുക്ക് വേണ്ടി ചലിക്കുന്ന ദൈവ സാന്നിധ്യം അതിനകത്ത് ഇറങ്ങപ്പെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ ചലിക്കുന്നു. ആമേൻ. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ അങ്ങോട്ട് പോയപ്പോ ഒരു മനുഷ്യനും ഇല്ല. ആമേൻ. പ്രിയ ദേവദാസൻ ബിജോയ് പാസ്റ്റർ, അങ്ങോട്ട് പോയപ്പോ ആരുമില്ലെന്ന്. ആമേൻ. അങ്ങോട്ട് പോയപ്പോ ഒരു മനുഷ്യനും ഇല്ലെന്ന് താൻ നിരാശനായ ഓടുന്ന്. പക്ഷെ തിരിച്ചു വന്നപ്പം വിടുതലായപ്പം ആരൊക്കെയോ വരിക അപ്പനെ തിരക്കി. അങ്ങോട്ട് പോയപ്പോ ഒരു മനുഷ്യനില്ല. ദേവദാസി, അങ്ങോട്ട് പോയപ്പോ ആരുമില്ല. പക്ഷെ വിടുതൽ വ്യാപരിച്ചപ്പോഴാണ് കൂടാൻ ആളുള്ളത്. ചില വ്യക്തികൾ പറയാറുണ്ട്, എന്റെ കഷ്ടതയിൽ എനിക്ക് ആരുമില്ലായിരുന്നു. അപ്പൊ വിടുതൽ വന്നപ്പം കുറച്ച് ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ ആയപ്പം, എനിക്കൊരു നല്ല വീട് കിട്ടിയപ്പം, നല്ല വണ്ടി കിട്ടിയപ്പം, എന്റെ മിനിസ്ട്രി ഒന്ന് ഡെവലപ്പ് ആയപ്പം ഇവരെല്ലാം ഇങ്ങോട്ട് കൂടുവാന്ന് പറയും. ഇന്ന് രാത്രി പറയട്ടെ, അതാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് കഷ്ടതയിൽ ആരും വേണ്ടെന്നേ. എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം ഞാൻ ദേവദാസനോടും പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യുന്നു. ആമേൻ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചപ്പോ ദൈവാത്മാവനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുഞ്ഞ്, നിന്റെ കഷ്ടതയിൽ ഒരു മനുഷ്യൻ നിന്നെ സഹായിച്ചാൽ നാളുകളിൽ നിനക്ക് ഞാൻ ഉയർച്ച തരുമ്പോഴും പറയും, ഞാനാ നിന്നെ സഹായിച്ചതെന്ന്. മാനുഷിക വാക്കുകൾക്കല്ല അവിടെ വിജയം. തന്നത് പ്രിയ അങ്കിള്, അജയൻ നെടുവായ്സ് കയറിക്കുന്ന അങ്കിള് തന്നത് ദൈവമായതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയും, ഞാൻ മുട്ടുമേ നിന്നപ്പം, ഞാൻ പ്രാർത്ഥിച്ചപ്പം എനിക്ക് വേണ്ടി ഇറങ്ങപ്പെട്ടത് ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ പറയാനാണ് ദൈവമക്കളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ജയിക്കണമെന്നല്ല, ദൈവ ശബ്ദമാണ് നമ്മിൽ പരിവർത്തിക്കുന്നതെന്ന് നാം തിരിച്ചറിഞ്ഞ് നടക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദേവദാസനെ ഒന്നുകൂടി പറയുന്നു, അങ്ങോട്ട് ഒരു മനുഷ്യനും ഇല്ലെന്നേ. അപ്പോൾ ഓടിപ്പോവുക. എന്റെ കുഞ്ഞു മരിക്കാറായേ, എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ പോവുകയാണ് എന്നൊരു നിരാശയോടെ യേശുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. വിടുതലായപ്പം ആരൊക്കെയോ വരികയാണ് ഈ അപ്പനെ തേടി. എന്നിട്ട് പറയാം, നിന്റെ മകൻ, നിന്റെ വിടുതലായി കേട്ടോ, വിഷയത്തിനകത്ത് വിടുതലായി കേട്ടോ, ജയം കിട്ടി കേട്ടോ എന്ന് പറയുവാണ്. സന്തോഷത്തോടെ ചിലരെ ചേർത്ത് പിടിക്കാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ ദൂത് ദൈവദാസന് ഓക്കെ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരൊക്കെ മാറി നിന്നു, നാളുകളിൽ നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ ജയം, ദൈവദാസന്റെയും ദൈവദാസിയുടെയും ശുശ്രൂഷകൾ ഡെവലപ്പ് ആകുമ്പോ, അനുഗ്രഹിക്കപ്പെടുമ്പോ, ഇവരൊക്കെ വരുമ്പോ പഴയത് മറക്കുക, ചേർത്ത് പിടിക്കുക. ചിലര് അതും ദൈവത്തോട് ചോദിക്കുക, കർത്താവ് ഞാൻ ചേർത്ത് പിടിക്കണോ? ഓക്കെ എങ്കിൽ അങ്ങനെ ചേർത്ത് പിടിക്കുക. ദൈവം അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം പറയുന്നു, ആ ദാസൻ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. കേട്ട വാക്ക്. അവന് ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചതിന് അവൻ പറഞ്ഞത് ഇങ്ങനെ, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി. അതായത് അവന് സൗഖ്യം വന്നു എന്ന് പറഞ്ഞോ. യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു താനും കുടുംബമൊക്കെയും അവരിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, ഒരു കുടുംബത്തിന്റെ വിശ്വാസം വന്നത് ഒരു അപ്പന്റെ യാത്രയിലാണ്. ഹല്ലേലൂയ. പിതാക്കന്മാരെ, മാതാക്കളെ, നമ്മുടെ ഒറ്റയ്ക്കുള്ള ചില യാത്ര നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എന്നോടൊപ്പം ആരുമില്ല, എന്നോടൊപ്പം സഹകരിക്കാൻ ആരുമില്ല, കൈത്താങ്ങാൻ ആരുമില്ല, കരം പിടിക്കാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കരയുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയുന്നു, വിഷയം വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഓടിയേ പറ്റത്തുള്ളൂ. കാരണം വിടുതലുമായി വരുമ്പോൾ ഒരു കുടുംബം നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. ലീന സിസ്റ്ററെ, ഒരു കുടുംബം നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. ഒരു കുടുംബം നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഉറപ്പിച്ചോ. ഒറ്റയ്ക്ക് ഇറങ്ങിയെങ്കിൽ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങിയത്. വിട്ടതാണ്. കുടുംബം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, യേശു യഹൂദയിൽ നിന്ന് ഗലീലേ വന്നപ്പം ഇത് 2ാമത്തെ അടയാളമായി. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെയൊക്കെ കുടുംബത്തിനകത്ത് അടയാളം വെളിപ്പെട്ട് വരണമെന്ന്. 1ാമത്തെ അടയാളം, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 2 ഇവിടെ വെളിപ്പെട്ടു. ഒരപ്പന്റെ ഒറ്റയ്ക്കുള്ള യാത്ര ഒരു കുടുംബത്തിനകത്തൊരു വിടുതലായി ഭവിച്ചു എന്ന്. അതെ, ദൈവ ശബ്ദത്തിന് ചില മാറ്റങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി പ്രിയരെ, ഇത് വലിയൊരു ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. കൃപയോടെ പ്രാർത്ഥിച്ചു നിന്നോ. ദൈവ ശബ്ദം കേട്ടോ. ചില നിശ്ചലമായതിനെ ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യമായി ഈ നാളുകൾ വെളിപ്പെട്ട് വരികയാണ്.
യേശുവിന്റെ ശബ്ദം ചലിക്കാത്ത ചിലത് ചലിക്കപ്പെടും. ചില കണ്ണുനീരിന് അതൊരു മറുപടിയായി മാറട്ടെ. ചില ഏകാന്തതകൾക്കൊരു വിടുതലായി മാറട്ടെ. എവിടെ കരഞ്ഞോ, എവിടെ ഒറ്റയ്ക്ക് നിന്നോ, അവിടെ ഒന്നും തകർന്നും തളർന്നു പോകാനല്ല, ദൈവശബ്ദം കേട്ടിട്ട് പിന്മാറി പോകാനുമല്ല, ആമേ വിടുതലോടെ നിൽപ്പാൻ ഈ രാത്രി ദൈവാത്മാവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, രാത്രി ഒന്നുകൂടി പറയുന്നു, ആമേ ദൈവകൃപയിൽ നിൽക്കുന്നവൻ ചിലപ്പോൾ ഏകാന്തതയിൽ നിന്നു വരും. ആ ഏകാന്തതയിലും സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ആമേ ഫേബ സിസ്റ്ററെ, രാത്രി ഒന്നുകൂടി പറയുന്നു, ഏകാന്തതയിൽ ദൈവശബ്ദം കേൾക്കുക, ഒറ്റയ്ക്കിരുന്ന് ദൈവശബ്ദം കേൾക്കുക. ചില ദൈവിക പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുന്നു. ഏകാന്തതയിലുള്ള ദൈവശബ്ദം ആമേ നിസ്സാര കാര്യമല്ല, അത് ഭയങ്കര വിടുതലാണ്. ഒറ്റയ്ക്കുള്ള ആമേ ദൈവശബ്ദ കേൾവി എന്ന് പറയുന്നത് ആമേ മറ്റാരും കേൾക്കാത്ത ദൈവശബ്ദമാണ്. വചനം പഠിക്കുമ്പോൾ ഒത്തിരി ശബ്ദങ്ങൾ ആമേ മാറി നിന്ന വ്യക്തിത്വങ്ങൾ കേട്ടതായി നമുക്കറിയാം. അത് മറ്റാരോടും സംസാരിച്ചിട്ടില്ല, ആ വ്യക്തികളോട് മാത്രം ഇടപെട്ട ചില ശബ്ദങ്ങളുണ്ട്. തുറന്നു വരിക, എഴുന്നേൽക്ക, യഭദ, തലീഥാക്കുമി, ഇങ്ങനെയൊക്കെയുള്ള ആമേൻ ഏറ്റവും ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ശബ്ദങ്ങൾ ആമേൻ ഒറ്റയ്ക്ക് കർത്താവ് അവരോടായി, കുടുംബത്തോടായി, വ്യക്തിപരമായി ഒക്കെ സംസാരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇന്ന് രാത്രി ആ ശബ്ദത്തിനൊന്ന് കാതോർക്കാൻ നമുക്ക് കഴിയുമോ? ആമേ ദൈവ ശബ്ദം ആമേ ഇന്ന് രാത്രി നമ്മോട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല, ഈ ശബ്ദത്തിന് ആമേ വേർതിരിക്കുന്ന ശബ്ദമാണിത്, വിടുതൽ നൽകുന്ന ശബ്ദമാണിത്, രോഗസൗഖ്യം നൽകുന്ന ശബ്ദമാണിത്, ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ശബ്ദമാണ്. ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കും, പക്ഷെ ഒരിക്കലും വിടുതൽ കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, എന്റെ തലമുറയ്ക്കകത്ത്, എന്റെ തലമുറയുടെ മേൽ അവർ ഈ ശബ്ദം കേൾക്കാൻ കർത്താവ് കൃപ നൽകണമേ. ഹല്ലേലൂയ. ഞാൻ എത്ര സുവിശേഷം പറഞ്ഞിട്ടും ഇവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഉപദേശമല്ല, അവൻ ദൈവ ശബ്ദം രാത്രിയും പകലും ഉച്ചയ്ക്കും കേൾക്കാൻ പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. പിന്നെ വചനം പറഞ്ഞാൽ താൻ ഉൾക്കൊള്ളണമെന്നില്ല, പക്ഷെ ദൈവ ശബ്ദം കേട്ട പിന്നെ ശൗൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കേട്ടതുപോലെ ആമേ ചില ശബ്ദങ്ങൾ കേട്ട് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ഇറക്കുന്നത് പോലെ ആമേൻ ഒരു ചില വിടുതലുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കകത്ത്, നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് പരിശുദ്ധനായ ദൈവം നൽകി തരുന്നു എന്ന് ആത്മാവിൽ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതെ, ദൈവാത്മാവിന്റെ ശബ്ദം അധികാരത്തിന്റെ ശബ്ദമാണ്, വിസ്മയമുളവാക്കുന്ന ശബ്ദമാണ്, അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പോകുന്ന ശബ്ദമാണ് ദൈവ ശബ്ദം എന്നത്. ആമേ വർഷങ്ങളായി കുനിഞ്ഞിരിക്കുന്ന ഒരു സഹോദരി 18 വർഷം കൊണ്ട് താൻ കൂനിയാണ്. 18 വർഷവും താൻ ആലയത്തിനകത്ത് വരുന്നുണ്ട്. എന്നാൽ മറ്റാരുടെയും ശബ്ദത്തിന് തനിക്ക് നിവരാൻ കഴിഞ്ഞില്ല. ആമേ തന്നിലം മാത്രം നോക്കി കുനിഞ്ഞ് ദൂരക്കാഴ്ചകൾ വല്ലാതെ ബുദ്ധിമുട്ടിയായിരിക്കാം ഈ പ്രിയ ആന്റി കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ദിവസവും ആലയത്തിൽ വന്നിട്ടും തനിക്കൊരു വിടുതൽ കിട്ടിയില്ല. 18 വർഷം കൊണ്ട് താൻ അവിടെ കാണും. എന്നാൽ ഒരിക്കലും യേശുവിന്റെ വരവ് അസ്ഥി മാംസ പേശികളെ രക്തധമനി നാഡി നരമ്പിനെ ബലപ്പെടുത്തിക്കൊണ്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് നിവർന്നു നിൽക്കാൻ കർത്താവ് അവൾക്ക് കൃപ നൽകിയെങ്കിൽ ഈ രാത്രി ആത്മാവിൽ പറയുന്നു, ഈ നാളുകൾ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് എവിടെയൊക്കെ തല കുനിഞ്ഞിരിക്കുന്നുവോ അവിടെയൊക്കെ നിവർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ രാത്രിയും ചലിക്കുന്നുണ്ട്. രാത്രി ആ ചലിക്കുന്ന ദൈവ ശബ്ദം നമ്മുടെ ഓരോരുത്തരും കൂടാരത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. ഈ ശബ്ദം മൗനമായിരുന്നൊരു സമയമുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? ദൈവത്തോട് സംസാരിച്ചതും ഒന്നുകൂടി ആഴമായി നാം ചിന്തിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഈ ദൈവ ശബ്ദം നാം കേൾക്കണമെങ്കിൽ ഒന്ന് നമുക്ക് നല്ലൊരു ഗത്സമന വേണം. ഗത്സമന, ഗബധ, ഗോൽഗോഥ, ഈ 3 തലത്തിൽ കൂടെ ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോഴാണ് ശരിക്കും നാം ദൈവശബ്ദം കേൾക്കുന്നത്. നമുക്കൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, ഒരു ഗത്സമനയുണ്ടെങ്കിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. മറ്റുള്ളവർ നമ്മെ ക്രൂശിക്കുന്ന തലത്തിൽ, നമ്മെ നിന്ദിക്കുന്ന
എന്നുണ്ടെങ്കിൽ, ഒരു ആമേൻ ഗബഥ നമുക്കുണ്ടെങ്കിൽ, നിശ്ചയമാണ് ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുവോ? ആമേൻ. നമുക്കൊരു ഗോൽഗോഥ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടോ? അവിടെയും ദൈവാത്മാവിന്റെ ശക്തി നമ്മെ ബലപ്പെടുത്തുവാൻ കഴിയും. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവാത്മാവിന്റെ സാന്നിധ്യം ആമേൻ നമ്മിൽ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തിരിച്ചറിയണം, ഈ സംസാരിച്ച ശബ്ദം മൗനമായിരുന്ന ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കന്നാവ്, കയ്യപ്പാവ്, പീലാത്തോസ് അടങ്ങുന്ന ആമേൻ ഒരു സംഘം. ആമേൻ. അവർ ചോദിച്ച ചോദ്യത്തിന് ആമേൻ പലതിനും യേശു ഒന്നിനും ആമേൻ മറുപടി പറയുന്ന മൗനമായിരിക്കാനിടയായി. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ മൗനത ഒരു വലിയ ജയത്തിന്റെ തുടക്കമായിരുന്നു എന്ന് നമുക്കറിയാം. ആമേൻ. പ്രിയരെ, ഇന്ന് രാത്രി ഒന്ന് പറയട്ടെ, ഈ മൗനമായിരുന്ന ശബ്ദം ഒരിടത്ത് സംസാരിച്ചോ? വചനം വായിച്ചു വരുമ്പോൾ കാണുന്നു, ആമേൻ, ലൂക്കോസിന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. 23-ാമത്തെ അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 39 മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്യം കാണുന്നു. ആമേൻ. ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, 2 ദുഷ്പ്രവർത്തിക്കാർ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുമ്പോ ആമേൻ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ ചോദിക്കുന്നു, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു. അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. അവിടെ കാണുന്നു, നാമോ ന്യായമായിട്ട് ശിക്ഷ ആമേൻ അനുഭവിക്കുന്നു. എന്നാൽ ആമേൻ യേശു കർത്താവ് ഈ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യൻ അങ്ങനെ അല്ല എന്ന് വ്യക്തമായി അവിടെ കാണുവാനായി കഴിയുന്നു. പിന്നത്തേതിൽ കാണുന്നു, ആമേൻ, അതിൽ ഒരുവൻ പറയുന്നു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ ആമേൻ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ വാക്ക്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. കണ്ടോ? അത്രയും അതികഠിനമായ വേദന സഹിക്കുമ്പോഴും യേശുവിന്റെ വാക്ക് ആശ്വാസം നൽകുന്ന വാക്കാണ്. പ്രിയരെ, നാം എത്ര ദുഃഖിച്ചിരുന്നെന്ന് പറഞ്ഞാലും ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന നാം, ക്രിസ്തുവിന്റെ സാന്നിധ്യം വഹിക്കുന്ന നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരുക. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കത് കഴിയുന്നില്ല. ആരെങ്കിലും ആമേൻ നമ്മുടെ അടുക്കൽ ഒരു ആശ്വാസത്തിനെത്തുമ്പോ പലപ്പോഴും നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ആയിത്തീരുന്ന അനുഭവമുണ്ട്. പ്രിയരെ, പ്രാർത്ഥിക്കുന്ന നാം, ദൈവ ശബ്ദം കേൾക്കുന്ന നാം ആമേൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരുക, അവരെ ബലപ്പെടുത്തുന്നവരായി തീരുക. ബലപ്പെടുത്തുന്ന വിഷയം പറയുമ്പോ ആമേൻ ഒന്നുകൂടി ചിന്തിക്കാം നമുക്ക്. ഹല്ലേലൂയ. നമ്മുടെ അടുക്കൽ ഒരാൾ വന്ന് പറയുകയാണ്, ആമേൻ, ആന്റി, ഈ ബീന ആന്റിയെ തന്നെ എനിക്കറിയാം, എടുക്കാം. കാരണം എന്നാന്നറിയാമോ? ആന്റിയാണ് എന്നെ മീറ്റിങ്ങിന് വിളിച്ചത്, എനിക്ക് വേറെ ആരും അറിയത്തില്ല. ബീന ആന്റിയെ തന്നെ ഞാൻ അങ്ങ് എടുക്കുകയാണ്. ആന്റിയോട് തന്നെ ഞാൻ പറയുക, ആന്റിയോട് വന്ന് ഞാൻ പറയുക, ആന്റി, എനിക്ക് കൈക്ക് ഭയങ്കര വേദനയാ, എന്റെ ശരീരം മൊത്തം വേദനയാ, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആന്റി പറയുന്ന വാക്ക്, അയ്യോ കുഞ്ഞെ, ആണോ? എനിക്കും കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കൈക്കങ്ങ് വേദനയാന്നേ, മുട്ടുവേദനയാന്നേ, ശരീരവേദനയാന്നേ, എനിക്കും പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. വന്ന ഞാൻ ആന്റിയോട് പറഞ്ഞ് ഞാനും സങ്കടപ്പെട്ടു. ആന്റി എന്നോട് ആന്റിയുടെ വിഷയം പറഞ്ഞു. ഞാൻ ഈ വാക്കും കേട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടോട് പറയാ, ബീനാന്റിക്കും ഇതുകൊണ്ട്. അപ്പം ആ കേട്ട വ്യക്തി മറ്റൊരാളോട് പറയും, കണ്ടോ, ജിൻസി സിസ്റ്ററിനും ഉണ്ട്, ബീനാന്റിക്കും ഉണ്ട്. അടുത്തത് നമ്മള് ഓരോരുത്തരെയും ഇങ്ങനെ ഇത് കവർ ചെയ്തുകൊണ്ടേയിരിക്കും. ആ വിടുതൽ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. പക്ഷേ ക്രിസ്തുവിന്റെ സാന്നിധ്യം വഹിക്കുന്ന നാം നമ്മുടെ അടുക്കൽ ഒരു വിഷയം എത്തിയാൽ, എത്ര വേദന ഉണ്ടെങ്കിലും എത്ര ഭാരം ഉണ്ടെങ്കിലും, കുഞ്ഞെ, ആമേൻ, ഇത്രേ ഉള്ളൂ, പ്രാർത്ഥിച്ചാൽ ഒരു സൗഖ്യം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ വാക്ക്, ആമേ, കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ നിനക്ക് വേണ്ടി സമയം ചെലവഴിക്കാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വാക്ക് മതിയെന്ന് അവരുടെ മേൽ വെളിപ്പെട്ടു വരുന്ന ചില ദൈവ സാന്നിധ്യത്തെ കാണാൻ. ഇന്ന് രാത്രി അവസാന സമയമാവുമ്പോഴും പ്രിയ ഡാനിയൽ എന്ന് ആ പ്രിയ സഹോദരനോടായി ഇന്ന് രാത്രി ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ കരങ്ങളിൽ ഒരു വിഷയം എത്തിയാൽ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിലുപരി ആ സമയത്ത് വേർതിരിക്കുമ്പോ നിശ്ചയമാണ്, ഹല്ലേലൂയ, ആമേൻ, ചില ബുദ്ധി പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് പോലും ആമേൻ ഒരു വിടുതൽ, താൻ ബുദ്ധി ഭ്രമമല്ല എങ്കിൽ പോലും തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി പ്രിയ കർത്താവ് പ്രിയ സഹോദരനോട് പറയുകയാണ്, പ്രിയ കർത്താവ് ദാസനോട് പറയുക, ആമേൻ, ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അദ്ദേഹത്തിന് എന്ത് ചെയ്യണം
ഏത് ചെയ്യണ്ട എന്നുള്ള ഒരു ബോധമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ആ മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോ, പ്രിയ കർത്താവിന്റെ ദാസനെ, ആമേൻ, എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്ന് ആമേൻ ആശയക്കുഴപ്പം വേണ്ട. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ വിടുതൽ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നത് വ്യക്തിപരമായി കാണാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് രാത്രി നമുക്കായിരിക്കാം പ്രിയരെ. നമ്മുടെ അടുക്കൽ വരുന്നവരെ ആമേൻ, നാം എത്ര വേദനയിലായിരുന്നാലും മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അവരെ പോലെ അല്ലെങ്കിൽ കർത്താവ് 2 കരങ്ങളിൽ ആണിയടിച്ച്, കാലുകൾ ചോർത്ത് ആണിയടിക്കപ്പെട്ട്, വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ട്, തലമേൽ മുൾക്കിരീടം വെച്ച് ആമേൻ വിലാപ്പുറത്ത് കുത്തി ആമേൻ താൻ വല്ലാത്തൊരു വേദനയിലായിരിക്കുമ്പോഴും യേശുവിന്റെ വാക്ക്, യേശുവിന്റെ ശബ്ദം മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ ഭവനത്തിൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകട്ടെ. അത് ക്രിസ്തുവിൽ പണിതെടുക്കുന്ന വാക്കുകളായി മാറട്ടെ. ആമേൻ. ഇനി ഈ മൗനമായിരുന്ന ശബ്ദം മുഴങ്ങപ്പെടുന്ന ഒരു സമയമുണ്ട്. തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ അവിടെ കാണുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ആകാശമേഘങ്ങളിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രിയരെ, എന്തും മനോഹരമായ ഒരു ഉറപ്പാണെന്നറിയാവോ കർത്താവ് നമുക്ക് തന്നേക്കുന്നത്? ഈ ഭൂമിയിൽ ശേഷിച്ചു പോകേണ്ടെന്ന് ജീവനും ആയുസ്സും അല്ല നമ്മുടേതെന്ന് ഇന്ന് രാത്രി നാം ഓരോരുത്തരും ചിന്തിക്കുക. നാം ഇവിടെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ സൂം മീറ്റിംഗ് നടത്തുന്നത്, ഇങ്ങനെ ആത്മീയ കൂട്ടായ്മകൾ ചെയ്യുന്നത്, നാം ആരാധിക്കുന്നത്, സമയം ചിലവഴിക്കുന്നതൊന്നും വൃഥാവല്ല. നിത്യതയിൽ കർത്താവിനോടുകൂടെ ഉള്ളൊരു വാസത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ നിത്യതയെ അവകാശമാക്കാൻ കർത്താവിനോട് കൂടെ വാഴാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ വരവാണ്. ആ കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന ആഹ്വാനത്തോടുകൂടിയും കേൾക്കപ്പെട്ട വാക്ക് ആമേൻ, യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ആമേൻ. അതിന്റെ ആമേൻ പുസ്തകം 29 അധ്യായം 11 വാക്യം കാണുന്നു. അതിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. രാത്രി സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ശക്തി നൽകുന്ന ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വരവിനായി ഒരു കാത്തിരിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന ആഹ്വാനത്തോടു കൂടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സമയം അനുവദിച്ചതെന്ന് പ്രിയ കർത്താവിന്റെ ദാസിക്കും ഇത്രയും സമയം മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും, എല്ലാ അഭിഷിക്ത ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും പ്രിയ പിതാക്കന്മാർ, മാതാക്കൾ എല്ലാവരോടുള്ള സ്നേഹത്തെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാനാഥ.